സുബ്ഹാനല്ലാഹ്. النصارى في نبيهم واحكم بما شئت مدحا فيه واحتكمي. ഇമാം ബുസ്രി പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികൾ പറയുമ്പോൾ പറയരുതേ അള്ളാന്റെ മോനാന്നൊന്നും പറഞ്ഞുകൂടെ റസൂലുള്ളാഹിനെ പറ്റി. അള്ളാന്റെ മോനാന്ന് പറയരുത്, അള്ളാന്റെ ഭാഗാന്ന് പറയരുത്, ഇനി അള്ളാന്റെ അവതാരാന്ന് പറയരുത്, അങ്ങനത്തെ ഒന്നും പറയരുതേ. അള്ളാന്റെ റസൂലിനെ എത്രയും ബഹുമാനിച്ച് പറയാം. ഇങ്ങനത്തെ വാദം പറയും. എന്നാ ഒരു കൂട്ടർ വാദിച്ചെടുത്തിന്ന് പറയോ, ഈ അലി റളിയല്ലാഹുവിനെ പറ്റി വാദിച്ചിട്ട് ഒരു കൂട്ടർ പറഞ്ഞു പടച്ചവനാണെന്ന്. അത് അലി റളിയല്ലാഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അലി റളിയല്ലാഹുവിനെ ദേഷ്യം പിടിച്ചു. അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു ഞാനത് പറയൂ, എനിക്ക് കുറച്ച വിശ്വാസമാണ്, നിങ്ങൾ പടച്ചവനാണ്, ദൈവം അങ്ങനെ കുറച്ച വിശ്വാസം. അപ്പൊ ദൈവം കള്ളത്തരം പറയുന്നേ. അത് അലി റളിയല്ലാഹുവിന് പറയുന്നത് അംഗീകരിക്കുന്ന കാലല്ല. അലി റളിയല്ലാഹുവിന് പറഞ്ഞു കുറച്ച് തീ കത്തിക്കണമെന്ന്. തീ കത്തിച്ച് ഇവന്റെ ശരീരം തീയിൽ പൊള്ളിക്കുമ്പോ ഇവൻ ഉറക്കം വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്നെ ദൈവം ഉറച്ചിരിക്കുന്നു. അതെന്താന്ന് ചോദിച്ചു. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എന്തിൽ ആയു അതിപ്പോ പിന്നാരില്ല റബ്ബുന്നാറും, തീ കൊണ്ട് തീരെ പഠിച്ച റബ്ബാ ശിക്ഷിക്കാൻ തന്നെ. അപ്പൊ നിങ്ങൾ ഞാൻ റബ്ബ് എന്ന് ഉറച്ചിരുന്നത്. ഹിദായത്ത് പോയാൽ അങ്ങനെ, പിഴച്ചു പോയാൽ അങ്ങനെ. അപ്പോ അത് അലി ഇബ്നു അബീ ത്വാലിബിനെ പുകഴ്ത്തി അങ്ങനെ പറഞ്ഞു കൊടുത്തു. വേറൊരു കൂട്ടര് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ട് കൊടുക്കുമ്പോൾ മാറിപ്പോയതാ, അലി ഇബ്നു അബീ ത്വാലിബിന് കൊടുക്കേണ്ടി മുഹമ്മദ് നബിക്കായി പോയതാണ്. അതും ഈ റാഫിലത്തിൽപ്പെട്ട വേറൊരു കൂട്ടറാ. വേറൊരു റാഫിലത്ത് എന്ത് പറഞ്ഞു അറിയോ, സിദ്ദീഖുൽ അക്ബർ പേച്ചു, ഉമർ ഖത്താബ് പേച്ചു പോയി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എല്ലാവരും പേച്ചു പോയി. പിന്നെ പേക്കാത്ത ഒരാളാരാ അലി ഇബ്നു അബീ ത്വാലിബ്. കുറഞ്ഞ പേവ് മൂപ്പർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. സിദ്ദീഖുൽ അക്ബർ ഭരണത്തിൽ കയറുമ്പോൾ മൂപ്പർ എതിർത്തില്ല, ഉമർ ഖത്താബിനെ എതിർത്തില്ല, ഭീരുമായിട്ട് അവിടെ നിന്ന് അങ്ങനെ കുറച്ച് പോയ മൂപ്പർക്ക് ഉണ്ടെന്ന്. അതാണ് ഷിയാക്കള്. ഈ ഷിയാക്കളെ പോലെ അലി റളിയല്ലാഹുവിനെ കുറെ പുകഴ്ത്തി പറയാം. അലി ഇബ്നു അബീ ത്വാലിബ് തന്നെ വേറൊരു സ്ഥലത്ത് ഇകഴ്ത്തിയും പറയാം, മറ്റൊരു സ്ഥലത്ത് മറ്റുള്ളവരൊക്കെ ഇകഴ്ത്തി പറയാം. ഇങ്ങനത്തെ ഒരു ടീമുണ്ട്. അതാണ് വ്യാജ തുരീഖത്തുകാര്. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂർ ജനിക്കുന്നതിന് മുമ്പ് എന്നില്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദിനെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. മുജാഹിദിന് ചോദ്യം ചോദിക്കാലോ, ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാ, ആ മടവൂര് ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ അപ്പൊ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്സാനിയുടെ സറഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലുമൊക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിയന്ത്രണങ്ങളും പലർക്കും പല വിധത്തിലും കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ? അതെ, ഞാനിപ്പോ ട്രെയിനിന് പോകാൻ പോവാണ്, ആ ട്രെയിൻ നിയന്ത്രിക്കുക ട്രെയിനിന്റെ ഡ്രൈവറാണ് എന്ന് പറയും. അതിന്റെ അർത്ഥം അള്ളാഹ് നിയന്ത്രിക്കുന്നില്ല എന്നല്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഡ്രൈവർ നിയന്ത്രിക്കുന്നു, പ്ലെയിൻ പൈലറ്റ് നിയന്ത്രിക്കുന്നു, ഈ സ്റ്റേജ് അധ്യക്ഷൻ നിയന്ത്രിക്കുന്നു, സംഘടനയുടെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നു, സെക്രട്ടറി നിയന്ത്രിക്കുന്നു ഒക്കെ പറയും. അതിന്റെ അർത്ഥം അള്ളാഹു